ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ എങ്ങനെയാണ് മറികടക്കുന്നത് എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ പേഴ്സണലി ഞാൻ എങ്ങനെ മറികടന്നു, ഞാൻ എങ്ങനെയാണ് ഇത്തരം നാണക്കേടുകൾ, ആവശ്യമില്ലാതെ നമ്മൾ മുറുകെ പിടിക്കുന്ന മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാണക്കേടുകൾ എങ്ങനെ മറികടന്ന് ഇത്തരം തെറാപ്പിയും സൈക്കോളജിസ്റ്റിനെ കാണുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലോട്ടൊക്കെ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴും ഒരു വലിയ സ്റ്റിഗ്മയാണ് കേരളത്തിൽ. പുറമേ ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് മടിയാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇപ്പോഴും മറ്റൊരു രീതിയിൽ നോക്കിക്കാണുന്ന ഒരു വലിയ സമൂഹമാണ് നമുക്കുള്ളത്. നമ്മുടെ സിനിമകളും നമ്മുടെ സാഹിത്യവും എല്ലാം ഇതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സിനിമകൾ തെറ്റിദ്ധാരണകൾ മനുഷ്യരിലേക്ക് ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തള്ളിവിടുന്നതിന്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചാനലിൽ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്തതിലും ഞാൻ കൂടുതൽ നാർസിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ മാനസികാരോഗ്യമാണ് മെയിനായിട്ട് ഞാനിതിൽ ഫോക്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും വീഡിയോസ് ചെയ്തതിൽ ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാടധികം ആൾക്കാർ, മെജോറിറ്റി ഓഫ് ആൾക്കാരും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണാനോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണാനോ ഒക്കെ ഒരു മടി കാണിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും അത് പുറത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആ ഒരു കാരണം മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റ് കാരണങ്ങൾ എക്സ്ക്യൂസായിട്ട് പറയുന്ന അവരൊരുപാട് പേരുണ്ട്. ഇത് അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റുന്നൊരു കാര്യമില്ല. കാരണം ഈ വലിയ റിച്ച് ആയിട്ടുള്ള ട്രഡീഷനും കൾച്ചർ ആചാരങ്ങളിലൊക്കെ മുറുകെ പിടിച്ചിരുന്ന ആൾക്കാരാണ് മലയാളികൾ. പണ്ടോട്ടേ അങ്ങനെ തന്നെയാണ്, ഏത് മതത്തിലായാലും. ഈ മതങ്ങളുടെ ഇൻഫ്ലുവൻസും വളരെയധികം ഉണ്ടായിരുന്ന ഒരു നാടാണല്ലോ. ഇപ്പോഴും അത് വളരെയധികമുള്ള ഒരു നാടും ആൾക്കാരുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിനൊക്കെ അതിൻ്റേതായുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നതിന് ഒരു കാരണമാകരുത് എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് എന്തെങ്കിലും ഇപ്പോൾ കാലൊടിയോ കൈയൊടിയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഓടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഒരു പനി വരികയോ ജലദോഷം വരികയോ ചെയ്താൽ ഇപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുന്ന അസുഖങ്ങളായിട്ടുള്ള പല രോഗങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നതും വൈറസുകളും ഒക്കെ പകരുന്നതും ഒക്കെ ഇപ്പോൾ നമ്മൾ വളരെയധികം പറയുന്നുണ്ട്. പക്ഷേ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി, പിന്നെ ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ADHD, ഓട്ടിസം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ മാനസികാരോഗ്യത്തെ പറ്റി പറയുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ശരിക്കും നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ പഴയ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി റീലേൺ ചെയ്യാനായിട്ടും അതിൻ്റെ അനുസരിച്ച് ഹെൽപ്പ് എടുക്കാനുമായിട്ടും നമ്മളെ സഹായിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അത്തരത്തിൽ പണ്ട് പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റീലേൺ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിലെന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ശരിക്കും അതിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യുകയും പുതിയ കാര്യങ്ങൾ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ, ഫാക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഓട്ടയടയ്ക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മുന്നോട്ട് വന്ന് ഹെൽപ്പ് ചോദിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടുള്ളൂ. എന്നാൽ ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഓവർകം ചെയ്തത്, ഞാൻ എങ്ങനെയാണ് ഈ മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മയെ, ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നാണക്കേടുകളെ, അനാവശ്യമായിട്ടുള്ള നാണക്കേടുകളെയും ഭയങ്ങളെയും എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ ഒരുപാട് പേരെ പോലെ തന്നെയാണ് ഞാനും മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആൾ തന്നെയാണ്. ആദ്യമൊക്കെ ഈ പറയുന്ന പോലെ മാനസികമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഇതുപോലും ഇല്ലായിരുന്നു. ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വന്ന് തുടങ്ങിയ സമയത്ത് ഇതെങ്ങനെ ആൾക്കാരോട് പറയും, എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ ഒരു 24-25 ഏജ് വരെ. അപ്പോൾ ആ ഒരു കാലയളവിലാണ് എനിക്ക് ഒരു നിയർ ടു ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്.
നിയർ ടു ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് NDE കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കോമ സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാർക്കും ഒക്കെ അത് മനസ്സിലാവും എന്താണെന്നുള്ളത് ഈ നിയർ ടു ഡെത്ത് എക്സ്പീരിയൻസ്. ഇപ്പം എനിക്ക് ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ മൈൻഡുമായിട്ടുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു പോയ പോലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നിയർ ടു ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ലാസ്റ്റ് കാണാൻ പറ്റുമായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ടണൽ കാണുമായിരുന്നു. ഈ ടണലിൻ്റെ അപ്പുറത്തൊരു വെളിച്ചം പോലെ കാണുന്ന രീതിയിലായിരുന്നു ലാസ്റ്റ് ആ ഒരു എന്താ പറയുന്ന ഇമേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരം ഇമേജസും ഹാലൂസിനേഷനും ഒക്കെ മനുഷ്യർക്കുണ്ടാവും. ഇത്തരം ഈ നിയർ ടു ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവർ പിന്നീട് ഈ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റിയുടെയും ഈ പറഞ്ഞ സന്യാസത്തിൻ്റെ പാതയിലും ഈ പറഞ്ഞ എൻലൈറ്റൻഡ് ആയി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ്. ഇതെല്ലാം നമ്മുടെ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ബ്രെയിനിലുണ്ടാകുന്ന പകപ്പിഴകളും അതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന ഇമാജിനേഷൻസും ഹാലൂസിനേഷൻസും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഉണ്ടായതിന് ശേഷം അതിന് മുമ്പുള്ള ഞാനും അതിന് ശേഷമുള്ള ഞാനും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് NDE പറ്റി വായിച്ചാൽ മനസ്സിലാവും. നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറിലും തന്നെ ചേഞ്ചസ് ഉണ്ടാവും ഈ ഒരു NDEക്ക് ശേഷം. അപ്പോൾ അതിന് ശേഷം ഐ സ്റ്റാർട്ടഡ് എഡ്യൂക്കേറ്റിംഗ് മൈസെൽഫ്. ഞാൻ നല്ല ചോദ്യങ്ങൾ, അതായത് ശരിയായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവരോട്ടും ചോദിക്കാൻ തുടങ്ങി. ഐ ബിക്കേം എ സീക്കർ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ജേണി. ആ ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് അൾട്ടിമേറ്റ് ട്രൂത്ത്, എന്താണ് ലൈഫിൻ്റെ മീനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു എന്താ പറയുന്നത് പർപ്പസ് എന്താണ് ലൈഫിൻ്റെ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഡിപ്രഷനെക്കുറിച്ചും ആങ്സൈറ്റിയെക്കുറിച്ചും ഒക്കെ ഉള്ള അറിവ് എനിക്ക് കിട്ടുന്നത്. എനിക്കൊരു 24-25 വയസ്സ് ആ ഒരു സമയത്താണ് എനിക്ക് ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ആക്സസ് കിട്ടുന്നത്. ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അത്രയും നാളൊന്നും ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക ശരിയായ രീതിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഈ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും സൈക്കോളജിയെക്കുറിച്ചുള്ള അറിവുകൾ നേടുന്നതും. പിന്നെ ആ സമയത്ത് ഞാൻ ജേർണലിസം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നിട്ട് എൻ്റെ ജേർണലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു ഫുള്ളി സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാര്യത്തിലും ലൈക്ക് നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന കാര്യം പോലും ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടൊരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് അതിലുണ്ടാവുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിയത് ഈ ഒരു ഇൻസിഡൻറ്റിനൊക്കെ ശേഷമുള്ള എൻ്റെ റിസർച്ചും എൻ്റെ പഠനങ്ങളും അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഫാക്ച്വലായിട്ടുള്ള നോളജിൻ്റെ ഇമ്പോർട്ടൻസ് ലൈഫിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നോളജ് കൂടുതൽ മനസ്സിലാക്കുന്നത് കൂടുതൽ സമാധാനം എന്നിലുണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം ഞാൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. അതിനുശേഷം പണ്ട് തൊട്ടുള്ള, അതായത് പണ്ട് പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങളിലെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അൺലേൺ ചെയ്ത് പുതിയ കാര്യങ്ങൾ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ റീലേൺ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈഫിൽ തന്നെ കംപ്ലീറ്റ്ലി മാറ്റങ്ങൾ വന്നു. അതിനുശേഷം ഞാൻ ഇതുപോലെ ഞാനിപ്പോൾ ഹൈലി ഡിപ്രസ്ഡ് ആയിരുന്നു, മൈഗ്രെയിൻസ് വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഡയഗ്നോസിസിനായിട്ട് ഞാൻ നല്ല തെറാപ്പിസ്റ്റിനെയോ ഡോക്ടറിനെയോ കാണാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ന്യൂറോളജി ഡോക്ടേഴ്സിനെയും സൈക്കാട്രിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയും ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് കൃത്യമായിട്ട് ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ എത്രത്തോളം ഈ ഒരു സ്റ്റിഗ്മയുണ്ട്, എത്രത്തോളം തെറ്റിദ്ധാരണകളാണ് ഇതിനെപ്പറ്റി ഉള്ളതെന്നുള്ളത് ഡോക്ടർമാരുടെ ആറ്റിറ്റ്യൂഡ് വരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഡോക്ടേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും എന്താണെന്നുള്ളത്. സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ തന്നെയാണല്ലോ അവരിലും കാണുന്നത്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള, നമുക്ക് സ്യൂട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിക്കാൻ, ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് സമയം എനിക്ക് വേണ്ടി വന്നു. കാരണം ഇത് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കല്ലേ
അത് നമുക്ക് കണക്റ്റഡ് ആവുള്ളൂ. നമുക്ക് എല്ലാ ആൾക്കാർക്കും ഈ പറയുന്ന പോലെ എല്ലാവരും സ്യൂട്ടാവില്ല. നമുക്ക് മനസ്സിലാവും നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് നമ്മൾ എത്രത്തോളം ഉൾക്കൊണ്ടാണ് അവർ കേട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല ലിസണറായിരിക്കുന്ന ഒരാളെ പോലും കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തുള്ളത്. എന്നെ സംസാരിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാർ, എൻ്റെ മുഖത്ത് പോലും നോക്കാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ഡോക്ടർമാരെയൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് വന്നതിൻ്റെ ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ഈ അത്രയും മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഈ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളിങ്ങനെ ആയത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് അച്ഛനമ്മമാരുടെയൊക്കെ കാലത്ത് അവരോട് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത്, ഇപ്പോഴും ഈ സ്റ്റിഗ്മയൊക്കെ നിലനിൽക്കുന്നത് എന്താണ്. അപ്പോൾ അങ്ങനെ ഈ ഡോക്ടേഴ്സിനെ കണ്ടു തുടങ്ങി. ഇപ്പം ഞാൻ എൻ്റെ ഐഡിയൽ ഒരു തെറാപ്പിസ്റ്റിനെ കണ്ട്, അത് വളരെ റീസെൻ്റായിട്ടാണ് കണ്ടെത്തിയത്. ഞാനിപ്പോൾ ഒരു 31 വയസ്സൊക്കെ ആയപ്പോഴാണ് ചെറിയൊരു സൈക്കോളജിസ്റ്റിനെയും തെറാപ്പിസ്റ്റിനെയും എനിക്ക് കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ ഇത്രയും വർഷം അങ്ങനെ 32-ാം വയസ്സിലാണ് എനിക്ക് ADHD ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പം ADHD ഡയഗ്നോസ് ചെയ്തപ്പോൾ ആണ് ഇത്രയും വർഷം എന്താണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം വരുത്താത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്തുമാത്രം നമ്മളെ കൺട്രോൾ ചെയ്യപ്പെട്ടു, നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മളെ ഉപയോഗപ്പെടുത്തി പല നേട്ടങ്ങളും പലരും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത്. ഇതൊക്കെ നമ്മുടെ കുറ്റം കൊണ്ടാണെന്ന് സ്വയം പഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് എനിക്ക് മറ്റ് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് വന്ന് ഹെൽപ്പ് എടുക്കാൻ പറ്റാതിരുന്നതും ഇതിനെപ്പറ്റിയുള്ള തിരിച്ചറിവില്ലാതിരുന്നതും. പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അവെയർനെസ് ഇല്ലാതിരിക്കുക. അത്തരം അവെയർനെസ് ഉണ്ടാക്കി എടുത്താൽ മാത്രമേ ഈ ഒരു ഹെൽപ്പ് ചോദിക്കാനുള്ള ഹെൽപ്പ് ചോദിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് ഹെൽപ്പ് ചോദിക്കില്ല, നമ്മളെ തന്നെ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഞാനതാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുവരെ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ശരിക്കും എന്നിൽ മാറ്റങ്ങൾ ആ ഒരു 25 വയസ്സിന് ശേഷം തന്നെ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവെയർ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂടുതൽ. പിന്നെ ഈ ഒരു സമയത്താണ്, ഈ റീസെൻറ്റ് ഡയഗ്നോസിസ് നടന്ന സമയത്താണ് ഞാൻ കുറേ കൂടെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നതാണ് ശരിക്കും ഇൻ്റലിജൻസിൻ്റെ, സ്മാർട്ട്നെസ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൈൻ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് സൈൻ. ബിക്കോസ് ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്, ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ അവെയർ ആയിരിക്കണം. നമ്മൾ ഒരുപാട് ശരിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവെയർനെസ് ഉണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ക്ലാസ് റൂം എക്സാമ്പിളായിട്ട് എടുക്കുക. ഇപ്പോൾ ക്ലാസ് റൂമിൽ ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കുട്ടി. അല്ലാതെ ഉത്തരങ്ങൾ തരുമ്പോൾ അതിൽ തൃപ്തിപ്പെട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുന്നവരല്ല. ആ ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ് ഏറ്റവും സ്മാർട്ടസ്റ്റ് പേഴ്സൺ. അപ്പോൾ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് എപ്പോഴും ആലോചിക്കുക. പിന്നെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ള കാര്യവും എപ്പോഴും ആലോചിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ നാർസിസിസ്റ്റിക് അബ്യൂസ്, ഈ ബോർഡർ ലൈൻ അബ്യൂസസ്, അങ്ങനെ പല രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള അബ്യൂസസ്, പാരൻറ്റിങ് അബ്യൂസസ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, ഇതുപോലെ ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ അനുഭവിക്കുന്ന, അതുപോലെ ഇത്തരം ഡിസോർഡേഴ്സും ഒക്കെ ഉണ്ടെന്ന് അറിയാതെ തന്നെ ഇപ്പോഴും ജീവിക്കുന്ന കുട്ടികൾ ഓൾമോസ്റ്റ് 95% അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ ഓപ്പറേഷൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും പുറത്ത് വന്ന് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത്, അതിനുള്ളൊരു ധൈര്യം ഉണ്ടാവുക എന്ന് പറയുന്നത്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മറികടന്നാൽ മാത്രമേ നമുക്ക് വേണ്ട ഹെൽപ്പ് കിട്ടുകയുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് വന്ന് ഹെൽപ്പ് ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രോസസ്സിലെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളത്. ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റിഗ്മ എന്ന് പറയുന്നത്, നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വൈറസ് പടർന്നു കയറുന്ന പോലെ ഇതിങ്ങനെ പടർന്നു കയറുകൊണ്ടിരിക്കും. ഈ മതങ്ങളും മറ്റും വന്നിട്ട് വീണ്ടും ഇതിനകത്ത് കൈകടത്താൻ തുടങ്ങും. അപ്പോൾ മാനസികമായിട്ടുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട്
ഇതുപോലെ തെറാപ്പിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയും സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ശരിയായിട്ടുള്ള ഡയഗ്നോസിസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിലോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴും എക്സെപ്ഷൻസ് ആർ ഓൾവേസ് ദെയർ. ഇപ്പോഴും അതിലോട്ട് പോകണം, അല്ല ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മാർഗ്ഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ അവരെ ഒന്നും എതിർക്കുന്നില്ല, നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ എപ്പോഴും സ്മാർട്ടായിട്ടുള്ള ചോയ്സുകൾ എടുക്കുന്നതാണ് ജീവിതത്തിൽ നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റിഗ്മ മറികടക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരണമെങ്കിൽ ഓരോരുത്തരായിട്ട് വന്ന് ഇത്തരത്തിൽ മുന്നോട്ട് വന്ന് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ തയ്യാറാവുകയും ഹെൽപ്പ് എടുക്കുകയും ചെയ്താൽ മാത്രമേ മുന്നോട്ട് വന്നത് പറഞ്ഞാൽ മാത്രമേ ആദ്യത്തെ ഒരു ചേഞ്ച് തുടങ്ങുകയുള്ളൂ. നിങ്ങളിൽ നിന്ന് മാറ്റം തുടങ്ങുക എന്നുള്ളതാണ്. ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ് എന്ന് പറയില്ല. നമ്മൾ സ്വയം മാറ്റം ഉണ്ടാക്കുക നമ്മളില്ല. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാം മാറ്റം വരുന്നത് കാണാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, മെൻ്റൽ സിറ്റുവേഷൻ എന്താണ്, മെൻ്റൽ ഹെൽത്ത് ഏത് രീതിയിലാണ് ഇതുവരെ എഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുത്താലേ, അത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്താലേ, പല സെഷൻസിലൂടെ കടന്നു പോയാലേ അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളത്. അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോഴും പല ആൾക്കാരും ഒരു തവണയൊക്കെ തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് നിർത്തുന്നുണ്ട്. കാരണം ഈ ഒരു സ്റ്റിഗ്മ കാരണമാണ് മെയിനായിട്ടും ഇതൊക്കെ അവസാനിപ്പിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് ആവശ്യമില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ അറിവില്ല എന്നുള്ളതാണ്. അറിവില്ലാത്ത ഒരു തെറ്റല്ല, പക്ഷേ നമുക്ക് അതൊരു അലങ്കാരമായിട്ട് കൊണ്ടുകൊടുക്കാനും പറ്റില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കൂടുതൽ ഡാമേജ് ആവുകയും ചെയ്യും. അത് മെൻ്റൽ ഹെൽത്ത് ഡാമേജ് ആവുന്നത് പിന്നെ ഫിസിക്കൽ ഹെൽത്തിൽ പ്രോബ്ലംസ് ഉണ്ടാകാനും കാരണമാകും. ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് വേഴ്സൺ ഉണ്ടാവാനായിട്ടുള്ള കാരണം മെൻ്റൽ ഹെൽത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, മെൻ്റൽ ഹെൽത്തിനുള്ള ഡയഗ്നോസിസും അതിനനുസരിച്ചുള്ള മെഡിക്കേഷനും എടുക്കുന്നില്ല എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഈ പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഹെൽപ്പ് ചോദിക്കാനുള്ള ധൈര്യം എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമല്ല. അത് ചെയ്യുന്നവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യരാണ്, വീക്കായിട്ടുള്ള മനുഷ്യരല്ല. ആദ്യം മനസ്സിലാക്കുക. ഹെൽപ്പ് ചോദിക്കാൻ കാണിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് അതൊരു വളരെ വലിയൊരു ധൈര്യമാണ്. അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമല്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ നമ്മൾ തന്നെ അഡ്രസ്സ് ചെയ്യുകയും നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് സീക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സൊല്യൂഷൻ ഓറിയൻറ്റഡ് തിങ്കിങ്. ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ പലതും പറയും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് എപ്പോഴും പരിശോധിക്കുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യമാണോ ഇവർ പറയുന്നത്, ഫാക്റ്റ് ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ എന്നുള്ളത് എന്ത് കേട്ട് കഴിഞ്ഞാലും, ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ചെക്ക് ചെയ്യുക, അത് സ്വയം പരിശോധിക്കുക. നമ്മൾ സ്വയം അത് റിയലൈസ് ചെയ്യുക ശരിയാണോ എന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് വരുത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് യുവർ ഡോക്ടർ ഓർ തെറാപ്പിസ്റ്റ് ഓർ സൈക്കോളജിസ്റ്റ്, സ്റ്റിൽ യു നീഡ് ടു ഈ ഓരോ വ്യക്തിയും നമ്മൾ ഓരോ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ട്രെയ്റ്റും പേഴ്സണാലിറ്റി ടൈപ്പും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മെൻ്റൽ ഹെൽത്തിൽ വളരെയധികം വലിയൊരു ഫാക്ടറാണ്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, എൻവയോൺമെൻറ്റലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് അവർ നമ്മുടെ ഡയഗ്നോസിസ് നടത്തുന്നതും നമുക്ക് സൊല്യൂഷൻസ് തരുന്നതും. അപ്പോൾ അതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ക്ഷമ വളരെയധികം ആവശ്യമാണ്. ആ ഒരു ക്ഷമ എന്ന് പറയുന്ന കാര്യം ആവശ്യമാണ് എന്നുള്ള അറിവ് ആദ്യമേ തന്നെ നിങ്ങളിൽ വെക്കുക. അത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് പഠിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പഠിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കിട്ടും. പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇതിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു വഴിയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുക എന്നുള്ളത്. സോ കേൾക്കുന്ന മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങൾ ഫാക്ച്വലാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും. പിന്നെ ഇതിനൊപ്പം പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ എമ്പതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. എമ്പതി എന്ന് പറയുന്ന മറ്റൊരാൾ എങ്ങനെയാണ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാൾ എങ്ങനെയായിരിക്കും ഇത് അനുഭവിക്കുക എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. എമ്പതി എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ അനുഭവിക്കുന്ന ആ ഒരു വ്യക്തി എങ്ങനെയായിരിക്കാം അയാളുടെ ഉള്ളിൽ
എത്ര തീവ്രമായിട്ടായിരിക്കും ഈ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ അബ്യൂസീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്താം. അത് ഒരു എക്സെപ്ഷണൽ കേസസ് ആയിട്ട് അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതിൽ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, ബാക്കിയുള്ള റിലേറ്റീവ്സിനൊക്കെ ഓപ്പണായിട്ട് ഇതൊക്കെ പറയുക. ഓപ്പണായിട്ട് ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കൊതുകുതിരി മതി 1000 കൊതുകിനെ കൊല്ലാമെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ കൊതുകുതിരിയാവാൻ ശ്രമിക്കുക ഓരോരുത്തരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകളുടെയും റിസോഴ്സസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് നോക്കുക, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ എന്നോട് പറയുക കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളിതുപോലെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് യാത്ര എവിടെ വരെ എത്തി, നിങ്ങളെവിടെയാണ്, അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ